ിന്റെ കൊടുമുടി കയറുന്ന പുലിക്കളിയുടെ ചടുല താളങ്ങളും നെഞ്ചിലേറ്റുന്ന സാംസ്കാരിക തലസ്ഥാനമാണ് നമ്മുടെ തൃശ്ശൂർ. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചുകൊണ്ടുന്ന മാവേലി മന്നന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ പൊന്നാണക്കാലത്ത് തൃശ്ശൂരിന്റെ ഈ സാംസ്കാരിക പൈതൃകം വിളിച്ചുകൊണ്ടുന്ന തൃശ്ശൂർ ഓണാഘോഷം 2026 വേദിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ രാജൻ സാറിന്റെ പരിശ്രമം എടുത്തു പറയുന്നു. എല്ലാ വിഭാഗം ഇന്നിവിടെ മഹനീയ സാന്നിധ്യമായി എത്തിച്ചേർന്നിരിക്കുന്ന തൃശൂർ വിദ്യാർത്ഥികളും പ്രായമായവരും തമ്മിലുള്ള ആ ഇടയിലുള്ള വ്യത്യാസം അകലം കൂടാതെ ചേർത്ത് പിടിക്കാനുള്ള അവസരങ്ങളെ ഓണത്തിൽ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതായത് പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ ചുരുങ്ങി തന്റേതായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു. ഇന്ന് പൊതുവെ എല്ലാ വീട്ടിലും അണുകുടുംബങ്ങളാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് അറിയപ്പെട്ടിരുന്ന നന്മകളെയൊക്കെ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും അതുപോലെ തന്നെ ഔദ്യോഗിക പരിപാടിക്രമങ്ങളിലേക്ക് ഭാഗമാക്കി മാറ്റുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല നമ്മുടെ എല്ലാ ഘട്ടങ്ങളിലും സംസ്ഥാനത്തൊക്കെ വികസനത്തെ പറ്റിയൊക്കെ പറയും. ഈ വികസനങ്ങളെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയാതെ മറന്നു പോകുന്ന ഒന്ന് എന്ന് പറയുന്നത് ജനങ്ങളുടെ സന്തോഷം എന്ന് പറയുന്ന ഒന്നാണ്. വികസിത രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ അതിനുവേണ്ടി ഒരു വകുപ്പ് തന്നെയുണ്ട്. അതിനുവേണ്ടി പ്രത്യേകപ്പെട്ട മന്ത്രിമാരോ അല്ലെങ്കിൽ ചുമതലപ്പെട്ട ആളുകളും ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു വകുപ്പിനെ പറ്റി നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. ജനങ്ങൾ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന തീരുമാനങ്ങളാണോ സർക്കാരിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പരിശോധന എപ്പോഴും അത്യാവശ്യമാണ്. ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതല്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഭരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമെന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. അപ്പോൾ ജനം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഭരണ സംവിധാനങ്ങളുടെ മാറ്റങ്ങൾ വരണം. ജനം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പൊതു സംവിധാനങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടണം. ജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങൾക്കൊപ്പം തന്നെ ആരോഗ്യം പ്രധാനപ്പെട്ടതാണ്, ഭക്ഷണം പ്രധാനപ്പെട്ടതാണ്, തൊഴിൽ പ്രധാനപ്പെട്ടതാണ്, സാമ്പത്തികമായ സൗകര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ സമ്പത്തും ആരോഗ്യവും തൊഴിലും എല്ലാം ഉണ്ടായെങ്കിൽ കൂടി മനുഷ്യരെ സംബന്ധിച്ച് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന് അർത്ഥമാക്കാൻ സാധിക്കില്ല. അപ്പോൾ ജനങ്ങളുടെ സന്തോഷവും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഒത്തുകൂടാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളുമൊക്കെ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. സമയമില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാവരും ഭയങ്കര സ്ട്രെസ്സിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമുക്ക് പൊതുവായ ഇടങ്ങൾ വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ വേദിയിൽ ഒരുപാട് കലാപരിപാടികൾ അണിനിരക്കാൻ